എൻ്റെ പേര് ശോഭ സൈമൺ. ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഇന്നലെയാണ് ഇവിടെ ഉടമ്പടി എടുത്തത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടെ വന്ന് നിന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിന് മാതാവിനോടും ഈശോനോടും ഞാൻ നന്ദി പറയുന്നു. ഞാൻ ഒരു ദൈവവിശ്വാസിയാണ്. ഞാൻ പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും മാതാവിലൊക്കെ എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷേ കൃപാസനത്തിൽ എനിക്ക് വിശ്വാസമില്ലായിരുന്നു. എനിക്ക് ഒട്ടും വിശ്വാസമില്ലായിരുന്നു. കാരണം ഇവിടുത്തെ പറ്റി നല്ലതും ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിക്കുന്നതും അതേപോലെ തന്നെ മോശമായ കാര്യങ്ങൾ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാനതൊന്നും കാര്യമായിട്ട് ശ്രദ്ധിക്കാറില്ലായിരുന്നു. അപ്പോൾ ആ ഇടയ്ക്കാണ് എൻ്റെ അമ്മ ഇവിടുത്തെ യൂട്യൂബ് സാക്ഷ്യങ്ങളെല്ലാം കേൾക്കാൻ തുടങ്ങി. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് ഇടയ്ക്ക് വിളിച്ചിട്ട് പറയും, സാക്ഷ്യങ്ങൾ നീ ഒന്ന് കേട്ട് നോക്ക്, ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു. പക്ഷേ ഞാനൊന്നും മറുപടി പറഞ്ഞില്ല, ഞാൻ അതിനെ ശ്രദ്ധിക്കത്തില്ലായിരുന്നു. അത് കഴിഞ്ഞൊരു 3-4 മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ അമ്മയും അനിയത്തി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിൽ അമ്മയ്ക്ക് വലിയൊരു രോഗശാന്തി ഉണ്ടായി. അനിയത്തി വന്ന് അതിനെപ്പറ്റി സാക്ഷ്യം പറയുകയൊക്കെ ചെയ്തു. എന്നിട്ടും ഞാൻ വിശ്വസിക്കാൻ തയ്യാറായില്ല. അപ്പോൾ ഇവരിങ്ങനെ എല്ലാ ദിവസവും വിളിക്കുമ്പോൾ എന്നോട് ഇങ്ങനെ ഇവിടുത്തെ ഞങ്ങളുടെ സംസാരം അവസാനിക്കുന്ന മിക്കവാറും കൃപാസനത്തെ പറ്റി പറയുമ്പോഴായിരിക്കും. അപ്പോൾ അമ്മ കൃപാസനത്തെ പറ്റി പറയാൻ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് അമ്മ എനിക്ക് തിരക്കുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ വെച്ചിട്ടു. അപ്പോൾ അവർക്ക് മനസ്സിലായി എനിക്കിത് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമെന്ന് മനസ്സിലായി. അപ്പം എൻ്റെ അനിയത്തി ഉടമ്പടി എടുത്തപ്പം ആ ഉടമ്പടിയിലെ ഒരു നിയോഗം കുടുംബത്തിലുള്ള എല്ലാവരും കൃപാസന മാതാവിൻ്റെ വിശ്വാസികളാണെന്നുള്ളായിരുന്നു അവൾ വെച്ച ഒരു നിയോഗം. അപ്പം അനിയത്തി എൻ്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി കൃപാസനത്തെ പറ്റി. ഞാനിത് കേൾക്കുമ്പം പക്ഷേ ഫോൺ വെച്ച് ഞാൻ ശ്രദ്ധിക്കാതെ ഫോൺ വെച്ചിട്ട് പോകും. അങ്ങനെ ഇവരിങ്ങനെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്ന ആദ്യം ഞാൻ മൈൻഡ് ചെയ്യത്തില്ലായിരുന്നു. പിന്നെ എനിക്ക് ഇതിനെയൊക്കെ പറ്റി കേൾക്കുമ്പോൾ അസ്വസ്ഥതകളായി തുടങ്ങി. എനിക്കിതിനെപ്പറ്റി കേൾക്കാനേ പറ്റത്തില്ല. അപ്പോൾ ഞാനിങ്ങനെ ഇങ്ങനെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കും, മാതാവേ എനിക്ക് ഇതിനെപ്പറ്റി കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അസ്വസ്ഥതയായി, എന്നോട് ക്ഷമിക്കണേന്ന് ഞാനിങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ ഇതിനെപ്പറ്റി എന്നോട് ഇനി പറയരുത്, എനിക്ക് ഭയങ്കര ദേഷ്യം, കൃപാസനത്തെ പറ്റി അമ്മ എന്നോട് പറയരുത്, എനിക്ക് ഭയങ്കര ദേഷ്യം. അമ്മ വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിച്ചോ, പ്രാർത്ഥിച്ചോളൂ, പക്ഷേ എനിക്ക് എന്നോട് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഞാൻ അനിയത്തി അന്നേരം എൻ്റെ കൂട്ടത്തിലാണ് താമസിക്കുന്നത്, അവളും ബാംഗ്ലൂർ വർക്ക് ചെയ്യാണ്. അപ്പോൾ അവൾ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ കൃപാസനം മാതാവിനായിട്ട് നിൻ്റെ അടുത്തോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അന്നേരം ഒന്നും മിണ്ടിയില്ല. അപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ അനിയത്തി ഇങ്ങനെ കൃപാസനത്തിൽ പോയി വിശ്വാസിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മൾ അതിനെപ്പറ്റി ഒന്നും പറയാൻ നിൽക്കണ്ട, എന്നാൽ നല്ലതും മോശവുമായിട്ടുള്ള ഒന്നും വീട്ടിലിരുന്ന് പറയണ്ട, കാരണം നമുക്കൊരു അത്യാവശ്യം വന്നാൽ നമ്മളും അവിടെ പോകും, അപ്പോൾ ഒന്നും പറയാൻ നിൽക്കണ്ട എന്ന് ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു. ഞങ്ങളൊന്നും പറഞ്ഞില്ല. അപ്പം അവൾ വീട്ടിൽ വന്ന് കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ചെറിയ ചെറിയ അസുഖങ്ങൾ വരും, വയറുവേദനയും പല്ലുവേദനയൊക്കെ വരുമ്പോൾ അവൾ പറയും, ഞാൻ ഇച്ചിരി തൈലം തൂത്ത് പ്രാർത്ഥിച്ചോട്ടെ, ഞാൻ ഇച്ചിരി ഭക്ഷണത്തിൽ ഇച്ചിരി ഉപ്പ് കൊടുത്ത് ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചോദിക്കും. ഞാൻ പറയും, ഇവളിങ്ങനെ എന്നോട് ചോദിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും ദേഷ്യമായി. ഞാൻ പറഞ്ഞു, നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷേ നീ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കാൻ വേണ്ട, എൻ്റെ മുമ്പിൽ നിന്ന് ചെയ്യുകയും ചെയ്യരുത്, എനിക്ക് ഭയങ്കര ദേഷ്യം വരുവാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ അമ്മേനെ ഫോൺ വിളിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ മൂത്ത മോന്, അവന് 11 വയസ്സാണ്. മൂത്ത മോൻ ഉണ്ടായപ്പോൾ തന്നെ അവൻ്റെ സ്പൈനൽ കോഡിൻ്റെ മേളിൽ ഒരു സിസ്റ്റ് ഉണ്ട്. അവന് ഫിസിക്കലി അവൻ ഓക്കെയാണ്, പക്ഷേ അവൻ്റെ കൈയും കൊണ്ട് ചെയ്യുന്ന മൂവ്മെൻറ്റ്സിനൊക്കെ ചെറിയ പ്രശ്നമുണ്ട്, എഴുതാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്, അവൻ്റെ ഫൈൻ മൂവ്മെൻറ്റ്സിനെല്ലാം പ്രശ്നമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അവനിങ്ങനെ കൈ വല്ലാണ്ട് സ്ട്രെച്ച് ചെയ്യുന്നത് കാണുമ്പോൾ, കൈയുടെ അസ്വസ്ഥത കാണുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമായിരുന്നു. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ അവന് വേണ്ടി പ്രാർത്ഥിക്കണം, അവൻ്റെ അസ്വസ്ഥതകളൊന്നും മാറാൻ വേണ്ടി അവന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കില്ല, നീ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കുക, എന്തായാലും സുഖമാകുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വല്ലാതെ ദേഷ്യം വന്നു. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അന്നേരം നമുക്ക് ഈ കൃപാസന മാതാവിനെ പറ്റി അറിയില്ലായിരുന്നു. നമ്മൾ നേർച്ചകൾ നേർന്നും പ്രാർത്ഥിച്ചും കുർബാന കൂടിയും അങ്ങനെയൊക്കെയാണ് നമ്മൾ അതിൻ്റെ അകത്ത് ഓരോ പ്രതിസന്ധികളെയും തരണം ചെയ്തത്. അപ്പോൾ അമ്മ എന്തിനാ ഈ പ്രതിസന്ധി വരുമ്പം അല്ലെ വിഷമങ്ങൾ വരുമ്പോൾ അത്ഭുതങ്ങളുടെ പുറകെ പോകുന്നത്? നമുക്ക് ദൈവം അറിഞ്ഞുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ വിഷമങ്ങൾ വരുന്നത്. അത് ഏറ്റെടുത്ത് ആ വിഷമങ്ങൾ തന്ന ഈശോ നമ്മളെ രക്ഷിക്കും, അതെനിക്ക് ഉറപ്പാണ്. അതിൻ്റെ അകത്ത് എന്തിനാ ഒരാൾ കൃപാസനത്തിൽ എന്താ ഒരു പ്രത്യേകത? എല്ലാ മാതാവും ഒന്നല്ലേ? അമ്മ എന്നോട് എനിക്ക് അതിലൊട്ടും വിശ്വാസമില്ല. എന്നിട്ട് ഞാനൊരു കാര്യം കൂടെ പറഞ്ഞു, അമ്മേ എനിക്ക് 2 കുഞ്ഞുങ്ങളാണുള്ളത്, എൻ്റെ ജീവിതത്തിലെ എല്ലാം അവരാണ്, എൻ്റെ ജീവിതത്തിലെ എല്ലാ ത്യാഗങ്ങളും ഞാൻ അവർക്ക് വേണ്ടിയാണ് ചെയ്തേക്കുന്നത്. പക്ഷെ അവരിൽ ഒരാളെ ദൈവം കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ പോലും അത് ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് ഞാൻ വിശ്വസിക്കുകയുള്ളൂ, പക്ഷേ ഞാൻ കൃപാസനത്തിൽ പോയില്ല എന്ന് പറഞ്ഞു. എനിക്കറിയില്ല ഞാൻ എങ്ങനെ അത് പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. അത് പറഞ്ഞു കഴിഞ്ഞത് എനിക്ക് വല്ലാത്തൊരു ഷോക്കായിപ്പോയി. കാരണം ഞാൻ ഒരിക്കലും അങ്ങനെ പറയുന്ന ഒരാളല്ല. എനിക്കത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഷോക്കായിപ്പോയി. ഞാൻ അപ്പം തന്നെ ഫോൺ വെച്ചത്, ഞാൻ വീട്ടിൽ വെഞ്ചരിച്ചൊരു മാതാവിൻ്റെ രൂപമുണ്ട്, മാതാവിൻ്റെ രൂപത്തിൻ്റെ മുന്നേ പോയി മുട്ടുകുത്തി ഞാൻ പറഞ്ഞു, മാതാവേ എനിക്ക് മാതാവിൽ വിശ്വാസം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല,
പക്ഷേ എനിക്ക് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ, മാതാവേ ക്ഷമിക്കണേ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു ആപത്തും വരുത്തിയേക്കരുതെന്ന് പറഞ്ഞു. ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചു പറഞ്ഞു. ഹസ്ബൻഡ് പറഞ്ഞു, ആദ്യം എന്നെ വഴക്ക് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു പേടിക്കണ്ട, മാപ്പ് പറഞ്ഞാൽ അതി ദൈവത്തോട് കുഴപ്പമൊന്നും വരത്തില്ല, പേടിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് കൂടുതലായിട്ട് പക്ഷേ ഇവിടുത്തെ ഉടമ്പടി എന്താണോ, ഉടമ്പടി വസ്തുക്കൾ എന്താണോ, കൃപാസനത്തിൽ അത്ഭുതങ്ങളുണ്ടെന്നല്ലാതെ എനിക്ക് വേറൊന്നും ഒരു കാര്യങ്ങളും എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പം ഒരു ദിവസം ഞാൻ അനിയത്തിയുടെ അടുത്ത് ചോദിച്ചു, എന്താണ് ഈ ഉടമ്പടി? അപ്പോൾ അനിയത്തി പറഞ്ഞു, അവൾ ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് 6 നിയോഗങ്ങൾ സമർപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് പറയുന്നതിന് മുമ്പാണ് ഞാൻ ഈ ഉടമ്പടി എന്താണെന്നൊക്കെ ചോദിച്ചത്. അപ്പോൾ 6 നിയോഗങ്ങൾ സമർപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, 7ാമതൊന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മാതാവ് കേൾക്കത്തില്ലേ? അത് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, 6 നിയോഗങ്ങളെ പറ്റി പറഞ്ഞിട്ട് പറഞ്ഞു, ഉടമ്പടീനെ ഇങ്ങനെ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. അതൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. അത് കഴിഞ്ഞ് പറഞ്ഞു, വീട്ടിൽ ഒരാൾക്ക് ഉടമ്പടി എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, 2 പേര് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ എന്നെ മാതാവ് കേൾക്കത്തില്ലേ? മാതാവിനോട് പ്രാർത്ഥിക്കാൻ നമുക്ക് തൈലത്തിൻ്റെ, ഉപ്പിൻ്റെ, കാശുരൂപത്തിൻ്റെ ഒക്കെ എന്നെ ആവശ്യം? നമ്മൾ കൊന്ത ചെല്ലിയ മാതാവ് പ്രാർത്ഥന കേൾക്കില്ലേ? എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷേ ഇതെല്ലാം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ ആകെ അസ്വസ്ഥത പ്രകടിപ്പിച്ചു തുടങ്ങി. അതിന് ശേഷമാണ് ഞാനിത് പറഞ്ഞത്. ഇത് പറഞ്ഞു ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ഞാൻ എന്തിനാ ഇങ്ങനെ പറഞ്ഞതെന്നോർത്ത് ഞാൻ വിഷമിക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾ ഹാപ്പി ആയിട്ട് പോവാ. ഏകദേശം ഒരു മാസം കഴിഞ്ഞു. ഞങ്ങൾ പിള്ളേർക്ക് വെക്കേഷൻ തുടങ്ങി. ഞങ്ങൾ നാട്ടിലൊക്കെ പോയി ഹാപ്പി ആയിട്ട് തിരിച്ചു വന്നു. ഇവർ സാധാരണ ഫുൾ ടൈം കളിക്കുന്ന കുട്ടികളാണ്. സ്കൂൾ അവധി ആയതുകൊണ്ട് രാവിലെ ഭക്ഷണം കഴിക്കും, താഴെ പോയി പാർക്കിൽ പോയി കളിക്കും, പിന്നെ ഭക്ഷണം കഴിക്കാൻ മാത്രമേ വീട്ടിൽ വരത്തുള്ളൂ. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ രാവിലെ കളിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു. ഉച്ചക്കത്തെ ചോറുണ്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും അവർ പറഞ്ഞു പുറത്ത് പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പറ്റില്ല, പുറത്തൊന്നും പോകണ്ട. അപ്പോൾ അവർ വീട്ടിൽ ക്രിക്കറ്റ് കളിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. 2 പേരും കൂടെ ബാറ്റൊക്കെ എടുത്ത് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേ അവൻ ഇവനാണ് വയ്യാണ്ടായത്. ഇവൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അമ്മ എനിക്ക് തലവേദന എടുക്കുന്നു, എനിക്ക് തല കറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവനെ പെട്ടെന്ന് അരികെ പിടിച്ച്, അപ്പോൾ എനിക്ക് ടെൻഷനായി. കാരണം അവൻ ആദ്യമായിട്ടാണ് തലവേദന എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ടെൻഷനായി. ഞാൻ അരികെ വിളിച്ച് കിടത്തി. അത് കഴിഞ്ഞ് 1 മിനിറ്റ് കഴിയുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു, നീ പതുക്കെ ഒന്ന് എഴുന്നേറ്റ് നോക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല, എനിക്ക് തല കറങ്ങുകയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ബെഡ്റൂമിൽ നിന്ന് മാറ്റി സോഫയിൽ കൊണ്ടേ കിടത്തിയിട്ട് ഞാൻ പറഞ്ഞു, ഇവനിങ്ങനെ ഓരോ മിനിറ്റ് കഴിയുന്തോറും തലവേദന കൂടിക്കൊണ്ടിരിക്കുക. ഞാൻ ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ മോന് വയ്യ, കൂടുവാണെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, പെട്ടെന്ന് വരാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ സോഫയിൽ ഇരുത്തി ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അവിടത്തേക്ക് അവൻ കരയാൻ തുടങ്ങി. കരഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, ഞാൻ മരുന്ന് പാരസിറ്റാമോൾ എടുത്തിട്ട് വരാം, നീ ഇവിടെ ഇരിക്കുന്നു പറഞ്ഞു. ഞാൻ പാരസിറ്റാമോൾ എടുത്ത് വന്നപ്പം ഇവൻ ഈ തലവേദന പറഞ്ഞിട്ട് 5 മിനിറ്റ് ആയില്ല. തിരിച്ചു വന്നപ്പോഴത്തേക്കും ഇവൻ്റെ മുഖം എല്ലാം കൂടെ മാറി, കണ്ണെല്ലാം കൂടെ ചുമന്ന്, കണ്ണെല്ലാം കൂടെ പുറത്തോട്ട് വന്ന് മുഖം വല്ലാത്തൊരവസ്ഥയായിപ്പോയി. അന്നേരം ഇവന് ഞാൻ പെട്ടെന്ന് മരുന്ന് കൊടുത്ത് ഇവൻ ചെറുതായിട്ടൊന്ന് ഛർദ്ദിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ കുഴയാൻ തുടങ്ങി. ഞാൻ പെട്ടെന്ന് ഡ്രസ്സ് പോലും മാറാതെ മൂത്തയാളെയും കൂട്ടി ഡോർ ലോക്ക് ചെയ്ത് ഞാൻ ഇവനെ തോളിലിട്ടേക്കുക. താഴെ വണ്ടിയുടെ അടുത്ത് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവൻ കുഴഞ്ഞ് എൻ്റെ കയ്യിലോട്ട് വീണ് നോക്കുമ്പോൾ ആൾ അൺകോൺഷ്യസ് ആയി. അപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി എനിക്ക് തനിയെ കൊണ്ടുപോകാൻ പറ്റുമെന്ന്. ഞാൻ പെട്ടെന്ന് ഞങ്ങളുടെ അടുത്ത് ഒരു ഫ്രണ്ടിനെ വിളിച്ചു. ഞങ്ങൾ അവനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഹോസ്പിറ്റലിൽ എത്തിയ വഴി മുഴുവനും ഇവൻ്റെ കണ്ണിങ്ങനെ മിഴിഞ്ഞിരിക്കുക, പുറത്തോട്ടിരിക്കുകയാണ്. ഇവൻ മിണ്ടുന്നില്ല, അവൻ പല്ലും കടിച്ചു പിടിച്ചിട്ടുണ്ട്. ഇവന് ശരിക്കും ഫിറ്റ്സ് വന്നായിരുന്നു. എനിക്ക് മനസ്സിലായില്ല, കാരണം ഇവൻ ഒരിക്കലും വന്നിട്ടുമില്ല. ആ സമയം വളരെ ഹെൽത്തി ആയിട്ടിരുന്ന കുട്ടിയാണ്, ഭയങ്കര ആരോഗ്യത്തോടെ ഇരുന്ന കുട്ടിയാണ്. പനിയില്ല, കോൾഡ് പോലും ഇല്ല. അപ്പം ഫിറ്റ്സ് എന്നുള്ളൊരു കാര്യം ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നേയില്ല. ഞങ്ങൾ ആകെ ടെൻഷനായി പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞ് ഞങ്ങൾ എമർജൻസി കയറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ ബോധം വന്നിട്ട് എൻ്റെ അടുത്ത് കണ്ണ് തുറന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, അമ്മേ ഞാൻ മരിച്ചു പോയിട്ടൊന്നുമില്ല, അമ്മ എന്തിനാ ഇങ്ങനെ കരയുന്നേ? അമ്മയും പാപ്പിയും പാപ്പിന്നാണ് മൂത്തയാളെ വിളിക്കുന്നത്. പാപ്പിയും കരയുന്ന കണ്ടിട്ട് എനിക്ക് സങ്കടം, അമ്മ ടെൻഷൻ അടിക്കേണ്ടെന്ന്. ഇതെല്ലാം നാക്കു കുഴഞ്ഞാണ് പറയുന്നത്, ക്ലീൻ ആയിട്ടല്ല പറയുന്നത്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയും അവൻ അടുത്ത ഫിറ്റ്സ് വന്നു. അപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു, ഇത് ഫിറ്റ്സാണ്, ഞങ്ങൾ ഇതിൻ്റെ മെഡിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, നമുക്ക് അതിൻ്റെ റീസൺസ് ഒക്കെ നമുക്ക് CT ഒക്കെ എടുക്കണം, എന്നിട്ടേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞു. അവനെ അഡ്മിറ്റ് ചെയ്തു. ഇപ്പോൾ ഡോക്ടർ ഇത് സംഭവിക്കുന്നത് വൈകുന്നേരം ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഒരു 4:30 മണിയായി സമയം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഫിറ്റ്സ് വന്നാലേ കൊച്ചു ഉറങ്ങും, അവന് ക്ഷീണം ഉണ്ടാവും, ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ അവനെ എഴുന്നേക്കും, അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു. ഇവനെ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഇവൻ 5 മണിയായി, 6, 7 മണിയായി, 8 മണിയായിട്ട് എഴുന്നേൽക്കുന്നില്ല, 9 മണിയായിട്ട് ഇവൻ എഴുന്നേൽക്കുന്നില്ല. അപ്പോഴത്തേക്കും ഡോക്ടേഴ്സിന് എന്തോ പ്രശ്നം തോന്നി. അവർ പറഞ്ഞു, ഞങ്ങൾ ഇവനെ ICUലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പോവാണ്,
അവന് ഒരു ഇമ്മീഡിയറ്റ് കെയർ അവിടെ നിന്ന് കിട്ടും, റൂമിലാണെങ്കിൽ നമുക്ക് അത്രയും കെയർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇവൻ്റെ വൈറ്റൽസ് എല്ലാം നോർമലായിരുന്നു, BP അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നോർമലായിരുന്നു. അപ്പോൾ ഇവനെ ICUയിൽ കൊണ്ടുപോയി. ICUയിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പം ഞങ്ങൾ ശനിയാഴ്ചയാണ് അഡ്മിറ്റ് ആകുന്നത്, ശനിയാഴ്ച വൈകിട്ട്. തിങ്കളാഴ്ച CT എടുക്കാൻ പറ്റുള്ളൂ എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു, കാരണം നാളെ സൺഡേ ആണ്, നാളെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അവൻ എഴുന്നേക്കാതെ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് അന്ന് രാത്രി തന്നെ CT എടുത്തു. ശരിക്കും കൊച്ചു കോമയിലായി പോയതായിരുന്നു. അവർക്കും ഡോക്ടേഴ്സിന് മനസ്സിലായില്ല എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. അവർ CT എടുത്തപ്പോൾ നോർമലാണ്, ബാക്കി ബ്ലഡ് ടെസ്റ്റുകളുടെ റിസൾട്ട് വരുന്ന എല്ലാം ക്ലീനാണ്. അപ്പം ഇവർക്ക് എന്താണെന്നത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു സമയം വേണം, എന്ത് സംഭവിക്കാം, എന്താണേലും ഒരു 48 hours കഴിഞ്ഞിട്ട് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ചിലപ്പം അവന് എന്താണെന്ന് പറഞ്ഞത് ഇതിൻ്റെ അകത്തുനിന്ന് കണ്ടീഷൻ മോശമാവും, ചിലപ്പോൾ അവൻ ബെറ്റർ ആയി വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ശനിയാഴ്ച ഇവൻ ICUയിൽ. അപ്പം ശനിയാഴ്ച തന്നെ എൻ്റെ വീട്ടിൽ നിന്നും ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നും എല്ലാവരും രാത്രി 2 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എത്തി. അപ്പം വന്നതേ അനീത്തി എൻ്റെ അടുത്ത് ഉടമ്പടി പ്രാർത്ഥന പുസ്തകവും ഉടമ്പടിയുടെ തൈലമല്ല കാശുരൂപവും പുസ്തകവും പത്രവും തന്നിട്ട് പറഞ്ഞു, നീ ഇത് കൊച്ചിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെക്കുക. അപ്പം ഞാൻ പറഞ്ഞു, എടി എനിക്ക് ഇത്ര വിശ്വാസം ഇല്ലാത്തതല്ലേ, അപ്പം നീ ഒരു കാര്യം ചെയ്യും, നീ അല്ല ഉടമ്പടി എടുത്ത് നീ പോയി ചെയ്യാൻ പറഞ്ഞു. അപ്പം അവർ പെർമിഷൻ ചോദിച്ചിട്ട് എനിക്കോ ഹസ്ബൻഡിനും ICUയിൽ ഇരിക്കാൻ പറ്റത്തുള്ളൂ. അവൾ പെർമിഷൻ ചോദിച്ച് ഉള്ളിൽ കയറി തൈലവും തൂത്തു, ബുക്കും കാശുരൂപവും കൊച്ചുറങ്ങുന്നതിൻ്റെ പില്ലോട് അടി വെച്ചു. എന്നിട്ട് ഇവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് ഒരിക്കലും അത് നഷ്ടപ്പെടാതെ നോക്കിക്കോണം, ഇത് നഷ്ടപ്പെടുത്തരുതെന്ന് പറഞ്ഞു. അപ്പം എന്നിട്ടും ഞാൻ അങ്ങനെ അന്നേരം വിശ്വസിക്കാനോ പ്രാർത്ഥിക്കാനോ പറ്റുന്ന ഒരു അവസ്ഥയല്ലായിരുന്നു. അപ്പം ഞങ്ങൾ ഫുള്ളായി തകർന്നുപോയി, ഞാൻ ഹസ്ബൻഡും ഒക്കെ തകർന്നുപോയി. അങ്ങനെ ഞങ്ങൾ ഇരുന്നു. അവൾ തൈലം തൂത്ത് പ്രാർത്ഥിച്ചു, കൊച്ചിന് മാറ്റമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞായറാഴ്ച വെളുപ്പിനായി, കൊച്ചിങ്ങനെ തന്നെ കോമയിൽ തന്നെ കിടക്കുകയാണ്. അത് കഴിഞ്ഞ് ഞായറാഴ്ച ഒരു 10 മണിയായപ്പോഴത്തേക്ക് ഇവന് പനി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇവൻ്റെ കണ്ടീഷൻ മോശമായിക്കൊണ്ടിരിക്കുക. പനി തുടങ്ങി അവർ മരുന്ന് കൊടുത്തപ്പോഴത്തേക്ക് ഇവന് വീണ്ടും ഫിറ്റ്സ് വന്നു, വീണ്ടും ഫിറ്റ്സും ഛർദി എല്ലാം കൂടെ വന്നു. അപ്പോൾ ഡോക്ടേഴ്സിനും ടെൻസ്ഡായി. അവർ പറഞ്ഞു ഇനി 48 hours കഴിഞ്ഞിട്ടേ നമുക്ക് കൊച്ചിനെ പറ്റി എന്തെങ്കിലും പറയാൻ പറ്റത്തുള്ളൂ. ചിലപ്പം ഇവൻ്റെ കണ്ടീഷൻ ചിലപ്പോൾ ഇങ്ങനെ വീണ്ടും ഫിറ്റ്സ് വരുന്നതുകൊണ്ട് ഇവന് ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്, ചിലപ്പം ഇവൻ്റെ BP ഒക്കെ താഴും. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അന്നേരം അവന് വെന്റിലേറ്ററിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ അതിനൊക്കെ പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം. എന്താ ഹോപ്പ് ഫോർ ദി ബെസ്റ്റ് എന്ന് പറഞ്ഞു. നമുക്കൊന്നും പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഇവൻ ഇതിൻ്റെ അകത്തുനിന്ന് റിക്കവറായി വരും, ചിലപ്പോൾ ഇവൻ്റെ സ്ഥിതി മോശമാകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞായറാഴ്ച ഞാൻ കയറി നോക്കുമ്പോൾ ഇവൻ്റെ മേത്ത് കൂടെ ഫുള്ളി ട്യൂബുകളാണ്, വയറുകളും ട്യൂബുകളും, മൂക്കിൽ ട്യൂബ് ഇട്ടിരിക്കുന്നു, മേത്ത് ഫുള്ള് ഓരോരോ ഇത്. എനിക്കിവനെ കാണാൻ പറ്റുന്നില്ല, എനിക്ക് അവിടെ റൂമിൽ ICUയിൽ നിൽക്കാൻ എനിക്ക് പറ്റുന്നില്ല. അപ്പം ഞാൻ ICUയിൽ കയറുമ്പോഴത്തേക്ക് എനിക്ക് ശ്വാസം എടുക്കാൻ പോലും പറ്റാത്തൊരു ഭയങ്കര വിഷമം. ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, ചേട്ടന് ഇരിക്കണം, എനിക്ക് പറ്റുന്നില്ല ഇരിക്കാമെന്ന്. ഞാൻ ഇടയ്ക്ക് പോവും, എനിക്ക് ശ്വാസം മുട്ടും, ഞാൻ തിരിച്ചിറങ്ങി വരും, പുറത്തിരുന്ന് കരയും. അങ്ങനെ ഞങ്ങൾ വൈകിട്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഹസ്ബൻഡ് പറഞ്ഞു, എനിക്ക് തീരെ തലവേദന, എനിക്ക് തീരെ വയ്യ, അപ്പോൾ ഒരു കാര്യം ചെയ്യും, കുറച്ച് സമയം കൊച്ചിൻ്റെ അടുത്തിരിക്കുക, ഞാനൊന്ന് പുറത്ത് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവിടെ കൊച്ചിൻ്റെ അടുത്തിരുന്ന് കഴിഞ്ഞപ്പം എൻ്റെ അടുത്ത് അനീത്തി പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്, കാശുരൂപവും പ്രാർത്ഥന പുസ്തകവും കളഞ്ഞേക്കരുതെന്ന് പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം ഞാനിത് എൻ്റെ എന്ന് നോക്കാൻ വേണ്ടി ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ പില്ലോയുടെ അടിയിൽ ഇതിരിപ്പുണ്ട്. ഞാൻ വെറുതെ, വിശ്വാസമൊന്നുമില്ല, ഞാൻ വെറുതെ ആ കാശുരൂപം തൊട്ട് കൊച്ചിനെ ഒന്ന് മുത്തിച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്കിതുപോലെ ഭയങ്കരമായിട്ട് അസ്വസ്ഥത വരും. അപ്പം ഞാൻ കൊച്ചിൻ്റെ അരികെ ഒരു കസേര ഇട്ടിരുന്നിട്ട് ഈ പ്രാർത്ഥന പുസ്തകം എടുത്തു. ആദ്യം മുതൽ ഞാൻ വായിക്കാൻ തുടങ്ങി. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, ഇതിൻ്റെ അകത്ത് എഴുതിയത് എന്താണെന്നും കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ ഞാൻ ചുമ്മാതിരുന്ന് വായിച്ചു. അത് കഴിഞ്ഞ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഉണ്ടായിരുന്നു, അതെനിക്ക് ഒട്ടും മനസ്സിലാകുന്നില്ല, അതും പ്രാർത്ഥിച്ചു. അതിൻ്റെ അകത്ത് നിയോഗം സമർപ്പിച്ചു. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും, കൊച്ചിന് മാറ്റമൊന്നുമില്ല, കൊച്ചു അങ്ങനെ തന്നെ കിടക്കുക. അങ്ങനെ വീണ്ടും ഞാൻ പുറത്തു വന്നു. വീണ്ടും ഞാൻ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അകത്ത് വന്നപ്പോൾ പത്രം അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ സാക്ഷ്യങ്ങൾ എഴുതിയ പത്രം ഞാൻ ചുമ്മാതെ എങ്ങനെയോ അത് കയ്യിലെടുത്ത് ഞാനത് വായിക്കാൻ തുടങ്ങി. അത് വായിച്ചു, അതവിടെ വെച്ച് കഴിഞ്ഞപ്പോൾ അത് വെച്ച് ഞാൻ ഇറങ്ങിപ്പോന്നു. അത് കഴിഞ്ഞ് വെളുപ്പിനെ ഒരു 3 മണിയൊക്കെ ആയി കാണും. ഹസ്ബൻഡ് എൻ്റെ അടുത്ത്, കുറച്ച് നേരം ഹസ്ബൻഡായിരുന്നു. അപ്പം ചേട്ടൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അവൻ കണ്ണ് തുറന്ന് നോക്കി എന്ന് പറഞ്ഞു. എന്നെ കണ്ണ് തുറന്ന് നോക്കി, മിണ്ടിയൊന്നുമില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 6 മണിയൊക്കെ ആയി കഴിഞ്ഞപ്പം ഞാൻ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ അവൻ കണ്ണ് തുറന്നിട്ട് എന്നെ ചിരിച്ച് കാണിച്ചു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ ഞാൻ പറ്റിച്ചതാന്ന് പറഞ്ഞു. പക്ഷേ അതൊക്കെ പറയുന്ന ഒന്നും വ്യക്തമല്ല നമുക്ക്, എല്ലാം നാക്കു കുഴഞ്ഞ് ഓരോരോ വാക്കുകളായിട്ടാണ് അവൻ പറയുന്നത്, അവന് വ്യക്തമായിട്ട് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഡോക്ടേഴ്സിന് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സംശയം വന്നു, മെനിഞ്ചൈറ്റിസ് ആണോ എന്ന് സംശയം വന്നു. അപ്പം അവർ ഞായറാഴ്ച തന്നെ സ്പൈനൽ കോഡിൽ നിന്ന് ഫ്ലൂയിഡൊക്കെ എടുത്ത് ടെസ്റ്റ് ചെയ്തു. പക്ഷേ അതിൻ്റെ ടെസ്റ്റ് റിസൾട്ട് വന്നപ്പോൾ എല്ലാം നെഗറ്റീവായിരുന്നു. അങ്ങനെ തിങ്കളാഴ്ച വെളുപ്പിനെയാണ് ഇവൻ ബോധം തെളിഞ്ഞ് ഇവനിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവൻ ഭക്ഷണത്തിന് കരയാൻ തുടങ്ങി. അപ്പം പിന്നെ ഞാൻ ആ ഉടമ്പടി
ഉടമ്പടി പുസ്തകം, പ്രാർത്ഥന പുസ്തകം എടുത്തു, സാക്ഷ്യങ്ങൾ എഴുതിയ പത്രം വായിച്ചു. പത്രം എല്ലാം വായിച്ചു കഴിഞ്ഞപ്പോൾ തൊട്ട് ഇവൻ ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങി. ഇവൻ അന്നേരമാണ് പിന്നെ ബോധം തെളിഞ്ഞ് ഇവൻ എൻ്റെ അടുത്ത് സംസാരിച്ചത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം, എൻ്റെ ഉള്ളിലുള്ള അസ്വസ്ഥതകളൊക്കെ മാറി. അപ്പം എൻ്റെ അനിയത്തി സാക്ഷ്യങ്ങളുടെ ലിങ്കും ഇവിടെയുള്ള ട്യൂസ്ഡേ ഉള്ള ഓൺലൈൻ ആരാധനയുടെ ലിങ്കും ഒക്കെ അയച്ചിട്ടായിരുന്നു. പക്ഷേ ഞാനതൊന്നും നോക്കിയില്ല. ഞാൻ പറഞ്ഞു ICUവിൽ ഫോൺ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ കയറിപ്പോന്നു. അപ്പോൾ ഇവൻ ബോധം തെളിഞ്ഞു. ഇവനെ അന്ന് കൊണ്ട് MRI ചെയ്തു. MRI ചെയ്ത് കഴിഞ്ഞപ്പം അതിൻ്റെ അകത്ത് ഡയഗ്നോസിസ് വന്നത് ചെറുതായിട്ട് സെറിബ്രത്തിലൊരു ഇൻഫ്ലമേഷൻ ഉണ്ടെന്ന് വന്നു, കണ്ടുപിടിച്ചു. അപ്പം ഡോക്ടേഴ്സ് അതിനുള്ള മെഡിക്കേഷൻസ് എല്ലാം സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ അപ്പോഴത്തേക്ക് എനിക്ക് പതിയെ വിശ്വാസം വന്നു തുടങ്ങി. എനിക്കൊരു ആശ്വാസം, വിശ്വാസത്തെക്കാളും കൂടുതൽ ഇതൊക്കെ ചെയ്യുമ്പോൾ എനിക്കൊരു ആശ്വാസം കിട്ടി തുടങ്ങി. അപ്പം ഞാനൊരു അവിടെ ഇരുന്ന് ഈ സാക്ഷ്യത്തിൻ്റെ ലിങ്ക് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കൊച്ചുറങ്ങിയ സമയത്തിന് ഞാൻ സൗണ്ട് കുറച്ചിട്ട് ഞാൻ അവിടെ ഇരുന്ന് ഒരു സാക്ഷ്യം കേട്ടു. ആ സാക്ഷ്യം ഒരു അമ്മയും മക്കളും കൂടെ വെക്കേഷന് ലീവിന് വീട്ടിൽ വന്നപ്പം കുഞ്ഞിൻ്റെ തലയിൽ തെങ്ങ് വീണ് കൊച്ച് ആകെ അബോധാവസ്ഥയിലായി. അതിൻ്റെ അകത്തുനിന്ന് രക്ഷപ്പെട്ട് വന്ന ഒരു കുഞ്ഞിൻ്റെ സാക്ഷിയാണ് ഞാൻ കേട്ടത് അവിടെ ഇരുന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ അവിടെ ഇരുന്ന് കുറേ നേരം കരഞ്ഞു. എൻ്റെ ദൈവമേ, എൻ്റെ മാതാവേ, എൻ്റെ മകനെ എനിക്ക് പഴയ അവസ്ഥയിൽ തരണേ, ആരോഗ്യമുള്ളൊരു കുഞ്ഞായിട്ട് എനിക്ക് തിരിച്ചു തന്നേക്കണേ. എൻ്റെ കയ്യിൽ നിന്നെല്ലാം പോയി, ബ്രെയിനിന് വന്നതായിട്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്നെല്ലാം പോയി, എനിക്ക് പഴയ എൻ്റെ കുഞ്ഞാക്കി, എനിക്കൊന്നും അറിയത്തില്ല, എനിക്ക് പഴയ കുഞ്ഞാക്കി എൻ്റെ മകനെ തിരിച്ചു തന്നേക്കണേ എന്ന് ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. അപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഓരോ ദിവസങ്ങളും ഇമ്പ്രൂവ്മെൻറ്റ് കാണിച്ചു തുടങ്ങി. അങ്ങനെ ഇവൻ്റെ MRI കഴിഞ്ഞു. ട്യൂസ്ഡേ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവൻ ആദ്യം ഭക്ഷണം ട്യൂബിൽ കൂടെ ആയിരുന്നു കൊടുക്കുന്നത്. അപ്പോൾ ഇവൻ വെള്ളം ചോദിച്ച് കരയാൻ തുടങ്ങി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവിടുത്തെ മസിൽസൊക്കെ വീക്കാണ്, അപ്പം ട്യൂബിലൂടെ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് കാശുരൂപം എടുത്ത് ഞാൻ അവൻ്റെ നെറ്റിയെ കുരിശ് വരച്ചിട്ട് എന്നിട്ട് ഡോക്ടർ പറഞ്ഞു പതുക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ കാശുരൂപം എടുത്ത് നെറ്റിയിൽ കുരിശ് വരച്ചു. എന്നിട്ട് ഞാൻ കൊടുത്തു. ആദ്യം ഞാൻ ട്രൈ ചെയ്തു. അപ്പോൾ ഇവനെ ചുമയ്ക്കാൻ തുടങ്ങി. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു കൊടുക്കണ്ട, ഇപ്പം വേണ്ടാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കാശുരൂപം എടുത്ത് നെറ്റിയിൽ കുരിശ് വരച്ച് കൊച്ചിനെ കൊടുത്തു, സ്പൂണിൽ വെള്ളം കൊടുത്തു. അപ്പം ഇവന് പിന്നെ ചുമച്ചൊന്നുമില്ല. അങ്ങനെ ഞാൻ ഓരോ നേരം ഈ വെള്ളം കൊടുത്തു കഴിഞ്ഞപ്പോഴിങ്ങനെ നെറ്റിയിൽ കാശുരൂപം വെച്ച് കുരിശ് വരച്ചിട്ട് വെള്ളം കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ അവന് കാപ്പി കൊടുത്തു. അത് കഴിഞ്ഞ് ഓട്സ്, അങ്ങനെ ഓരോന്നോ പതുക്കെ അവന് ഭക്ഷണം കൊടുത്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ട്യൂബ് മാറ്റണ്ട, ട്യൂബ് അവിടെ ഇരുന്നോട്ടെ, എന്തെങ്കിലും വിക്കോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ലങ്സിലോട്ട് പോകും, പിന്നെ അത് ഭയങ്കര കോംപ്ലിക്കേഷൻ ആവും. അപ്പോൾ ട്യൂബ് അവിടെ ഇരുന്നോട്ടെ, സോളിഡ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഭക്ഷണം നമുക്ക് ട്യൂബിലൂടെ കൊടുക്കാം, ഇങ്ങനെ വെള്ളം അങ്ങനെയൊക്കെ വായിലൂടെ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അവൻ തന്നെ അവനത് അസ്വസ്ഥതയായിരുന്നു. അപ്പോൾ അവൻ തന്നെ ഞാൻ നോക്കുമ്പോൾ ഒരു ദിവസം ട്യൂബ് റിമൂവ് ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഇടണ്ട, അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ലിക്വിഡ് മാത്രം മുത്താറി കൊണ്ട് കുറുക്കുണ്ടാക്കി കൊടുത്തു, ഓട്സ് കൊടുത്തു. അങ്ങനെ ഇവന് ഇമ്പ്രൂവ്മെൻറ്റ് കാണിച്ചു തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഡോക്ടർ പറഞ്ഞു പതുക്കെ സോളിഡ് ട്രൈ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവനൊരു ഇഡ്ഡലി കൊടുത്ത് അവൻ അത് കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ട്യൂസ്ഡേ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴും ഇവൻ്റെ കഴുത്ത് നേരെ നിൽക്കില്ല, അവന് സംസാരിക്കാൻ പറ്റില്ല, ഇവന് കൈ കൊണ്ട് ഒന്നും പിടിക്കാൻ പറ്റത്തില്ല, ഇവന് എഴുന്നേറ്റ് നിൽക്കാനോ യൂറിനൊക്കെ അവൻ കിടക്കുന്നിടത്തു നിന്നാണ് ഞങ്ങൾ എടുക്കുന്നത്, അവനൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അവനിങ്ങനെ പാരലൈസ്ഡ് ആയ പോലെ ഒരു അവസ്ഥയിലായിരുന്നു. അപ്പം ട്യൂസ്ഡേ ഞാനിങ്ങനെ വീട്ടിലിരുന്ന് റൂമിൽ കൊച്ചിൻ്റെ അടുത്തിരുന്ന് ആരുമില്ല, ഞാനും കൊച്ചും മാത്രമേ ഉള്ളൂ. അപ്പം ഞാനിങ്ങനെ അമ്മേനെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പം പെട്ടെന്ന് ഫോണിൽ എന്തോ ഇങ്ങനെ കേൾക്കുന്നു. അപ്പോൾ ഞാൻ ഒരു മിനിറ്റ് അമ്മ എന്ന് പറഞ്ഞാൽ നോക്കുമ്പം എൻ്റെ യൂട്യൂബ് ഹിസ്റ്ററിയിലോ എൻ്റെ ഫോണിൽ ഒരു ഇതിലും കൃപാസനത്തിൻ്റെ ഒരു കാര്യങ്ങളും ഇല്ല. സാക്ഷ്യം ആ തലേദിവസം ഇരുന്ന് കേട്ട സാക്ഷ്യം മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല, ധ്യാനത്തിൻ്റെ ഒന്നുമില്ല. അപ്പം ഏതോ ഒരു ചൊവ്വാഴ്ച ഇവിടെ നടന്ന ധ്യാനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം തന്നെ ഞാൻ ഫോൺ കട്ട് ചെയ്തു. ഞാൻ ഇപ്പോൾ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അവിടെ തന്നെ ഇരുന്ന് ആ ധ്യാനം കൂടാൻ തുടങ്ങി. അതിൻ്റെ അകത്ത് രോഗസൗഖ്യ പ്രാർത്ഥനകളെല്ലാം കൂടി. ആ ധ്യാനം എനിക്ക് പക്ഷേ പ്രസംഗം രോഗസൗഖ്യ പ്രാർത്ഥന ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ വന്നു. അപ്പം ഞാനത് കട്ട് ചെയ്തു. അപ്പം ഞാൻ കൊച്ചിൻ്റെ അരികെ ഇരുന്ന് കരഞ്ഞ് അച്ഛൻ പറയുന്ന ഓരോ വചനങ്ങളും കേട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പം അതും കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ICUവിലായിരുന്നപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു സാക്ഷ്യം കേട്ടായിരുന്നെന്ന്. ആ സാക്ഷ്യത്തിൻ്റെ അകത്ത് ആ ചേച്ചി പറയുന്നുണ്ട് ഞാൻ വചനം എഴുതി പ്രാർത്ഥിക്കുമായിരുന്നു, കൊച്ചിൻ്റെ ICUവിൻ്റെ മുമ്പിലിരുന്ന് ഞാൻ വചനം എഴുതി പ്രാർത്ഥിക്കുമായിരുന്നെന്ന് പറഞ്ഞു. അപ്പം ഞാനും അതുപോലെ കൊച്ച് ICUവിലായിരുന്നപ്പം ഒരു ബുക്ക് എടുത്ത് ഞാൻ വിശ്വാസ പ്രമാണം എനിക്കറിയാവുന്ന പ്രാർത്ഥനകളും പിന്നെ സങ്കീർത്തനം 91 അങ്ങനെ എല്ലാ കാര്യങ്ങളും കൊച്ചിൻ്റെ അരികെ ഇരുന്ന് ഞാനിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഈ യൂട്യൂബിലെ ഈ ധ്യാനം കേട്ടു. അത് കഴിഞ്ഞ് ഓരോ
ദിവസവും അവൻ ഇമ്പ്രൂവ് ആയി തുടങ്ങി. ഇപ്പം അതൊക്കെ കഴുത്ത് ബെറ്ററായി തുടങ്ങി. അങ്ങനെ ഡോക്ടർ ഒരു ദിവസം വരുന്നു പറഞ്ഞു, ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാം കഴിഞ്ഞു, അപ്പം നിങ്ങൾക്ക് ഈ ശനിയാഴ്ച വീട്ടിൽ ഡിസ്ചാർജ് ചെയ്യാം. ഒരു 3 മാസമെങ്കിലും സ്റ്റിറോയിഡ് എടുക്കേണ്ടി വരും മിനിമം, എന്നാലും ഇവൻ നേരെ ആവത്തുള്ളൂ. അപ്പം ഞാൻ ചോദിച്ചു, ഫുൾ റിക്കവേർഡ് ആവുമോ ഡോക്ടർ? അപ്പോൾ പറഞ്ഞു, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. 80% ഓക്കെ ആവും, 20% നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്സിങ് ആയിട്ടുണ്ടാവും, ബ്രെയിനിന് വന്നതല്ലേ എന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോഴും നമുക്കൊന്നും ചെയ്യാനില്ല, ഡോക്ടേഴ്സും ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് പിന്നെ പ്രാർത്ഥിക്കാൻ മാത്രമേ ഉള്ളൂ. ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ ആ സമയം കൊണ്ട് ഉടമ്പടി പത്രം വായിച്ചു, പിന്നെ പ്രാർത്ഥന പുസ്തകം വായിച്ചു, കാശുരൂപ ഉപയോഗിച്ചു. തൈലം മാത്രം യൂസ് ചെയ്യാനായിട്ട് എനിക്ക് ഉടമ്പടി എടുക്കാത്തതുകൊണ്ട് ഞാൻ യൂസ് ചെയ്തില്ല. അങ്ങനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവരുന്നത് അവനെ എടുത്തോണ്ടാണ്. അവനെ തോളിലിട്ട് അവന് നേരെ നിൽക്കാനൊന്നും പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അതേ അവസ്ഥ തന്നെ, കഴുത്ത് നേരെ നിൽക്കത്തില്ല. അപ്പം ഹസ്ബൻഡിൻ്റെ അനിയൻ, ഞാൻ പറഞ്ഞു എന്നെക്കൊണ്ട് എടുക്കാൻ പറ്റുകയല്ല അവനെ എന്ന് പറഞ്ഞ് അവനെ തോളിലിട്ട് വീട്ടിൽ കൊണ്ടുവന്നു. അപ്പോഴും കൊച്ചു ബെഡിൽ തന്നെയാണ്, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഡോക്ടർ പറഞ്ഞു, മിനിമം 1 മാസം എടുക്കും അവന് റിക്കവറായി വരാൻ, അവൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ 1 മാസം എടുക്കും, അതിലും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്സിങ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ആകെ വിഷമിച്ച് ഓരോ ദിവസങ്ങളും തള്ളി നീക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് ഓരോ ദിവസവും ഞങ്ങളെ ആശ്വസിപ്പിക്കാനെന്ന് പറഞ്ഞാൽ അവൻ ഓരോ ഇമ്പ്രൂവ്മെൻറ്റ് കാണിച്ചു തുടങ്ങി. വീട്ടിൽ വന്നു പിറ്റേ ദിവസം അവൻ കഴുത്ത് നേരെ വെക്കാൻ തുടങ്ങി. അതിൻ്റെ പിറ്റേ ദിവസം അവൻ ബെഡിൽ നിന്ന് തനിയെ എഴുന്നേറ്റിരിക്കാൻ, ഞങ്ങളുടെ ചെറിയൊരു സപ്പോർട്ടോട് കൂടി എഴുന്നേറ്റിരിക്കാൻ തുടങ്ങി. പിന്നെ അവൻ തനിയെ എഴുന്നേറ്റിരിക്കാൻ തുടങ്ങി. പിന്നെ അവൻ എഴുന്നേറ്റ് നിന്ന് നോക്കി, പിന്നെ നടന്നു. അപ്പോൾ എൻ്റെ അമ്മ എല്ലാ ദിവസവും പ്രതിഷീകരണ പ്രാർത്ഥനയും ബാക്കി കാര്യങ്ങളെല്ലാം അമ്മ ചെയ്യുന്ന, അമ്മ ഉടമ്പടി എടുത്തിട്ടില്ല, പക്ഷേ ഉടമ്പടി എടുക്കുന്നവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അമ്മ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് വന്നതിൻ്റെ പിറ്റേ ആഴ്ചയാണ് ആദ്യത്തെ റിവ്യൂ ഡോക്ടറെ അടുത്ത് പറഞ്ഞേക്കുന്നത്. അപ്പം അന്നേരം മാതാവ് എൻ്റെ കുഞ്ഞിനെ നടത്തിക്കൊണ്ട് പോകാൻ പറ്റണേന്ന് പ്രാർത്ഥിച്ചു. അത്ഭുതം പോലെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാൻ നേരത്ത് അതിൻ്റെ തലേ ദിവസം തന്നെ അവൻ നടന്നു തുടങ്ങി. അവനെ ഞങ്ങൾ പിടിക്കുന്നുണ്ട്, ചിലപ്പം കുറച്ചങ്ങ് നടക്കുമ്പോഴത്തേ അവൻ വീഴും, എങ്കിലും പിടിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാൻ ഇറങ്ങിക്കഴിഞ്ഞ് അവനെ ഡ്രസ്സൊക്കെ മറിച്ച് അവൻ്റെ ഷൂസൊക്കെ ഇടിച്ച് ഞങ്ങൾ 2 കൈ പിടിച്ച് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര അത്ഭുതമായി. ഡോക്ടർ ഭയങ്കര ഹാപ്പിയായി, ഇത്ര പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് ഇത്രയും ആൾ റിക്കവർ ആയെന്ന് ചോദിച്ചു. എങ്കിലും അവൻ്റെ കൈയൊന്നും പ്രോപ്പറായിട്ടില്ലായിരുന്നു. എങ്കിൽ പിന്നെയും അമ്മ എല്ലാ ദിവസവും എൻ്റെ നെറ്റിയിൽ തൈലം തൂക്കുമായിരുന്നു. ചൊവ്വാഴ്ചകളിലെ പ്രാർത്ഥന, ഇവിടുത്തെ ആരാധന കൂടി. അങ്ങനെ ഇപ്പം ഇന്ന് ജൂൺ 4-ാം തീയതി എൻ്റെ കോമയിലായി കിടന്ന എല്ലാ കാര്യങ്ങളും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്ത എൻ്റെ കുഞ്ഞാണ് ഇപ്പോൾ ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്നത്. ഒരു മിറാക്കുലസ് റിക്കവറിയാണ്. ഞാൻ വിശ്വാസത്തോടു കൂടി ഉടമ്പടി തൈലവും കാശുരൂപവും സാക്ഷ്യങ്ങൾ എഴുതിയ പത്രവും ഓൺലൈൻ സാക്ഷി, അങ്ങനെ ഞാൻ എന്തൊക്കെ കൃപാസനത്തിൻ്റെ കാര്യങ്ങൾ വെറുത്തിരുന്നോ അതെല്ലാം ഞാൻ വിശ്വാസത്തോടു കൂടി ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കുഞ്ഞാണ്, ആ വയ്യാതായ കുഞ്ഞാണ് ഇവിടെ നിൽക്കുന്നത്. 3 മാസം എന്ന് പറഞ്ഞ സ്റ്റിറോയിഡ് എന്ന് പറഞ്ഞത് ഇപ്പോൾ ഈ മാസം 23 ആകുമ്പം അത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല, പതുക്കെ അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ മാസം 23 കൂടി അവൻ്റെ മെഡിക്കേഷൻസ് എല്ലാം കഴിയും. അവനെ അടുത്ത മാസം തൊട്ട് ഞങ്ങൾക്ക് സ്കൂളിൽ വിടാം. ഈ ഒരു വർഷം ഞങ്ങൾ സ്കൂളിൽ വിടുന്നില്ല എന്നൊക്കെ പ്ലാൻ ചെയ്തു, കാരണം ഇവൻ എന്ന് റിക്കവർ ആവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ഡോക്ടർ ഇവനെ ഫിസിയോതെറാപ്പിക്ക് വേണ്ടി ഞങ്ങൾക്ക് സജഷൻസ്, ഞങ്ങൾക്ക് അതിൻ്റെ സ്റ്റെപ്സൊക്കെ കാണിച്ചു തന്ന ഡോക്ടർ ഇവനെ പിറ്റേ ആഴ്ചയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യം പറഞ്ഞു, ഓ മൈ ഗോഡ്, ഇവൻ ഇത്രയും റിക്കവർ ആയോ, ഇനിയിപ്പോൾ ഇവന് ഇതിൻ്റെ ഫിസിയോതെറാപ്പിയുടെ ഒന്നും ആവശ്യമില്ല, ഇവൻ ഒന്നും ഞങ്ങൾ ചെയ്യിച്ചില്ല, ഫിസിയോതെറാപ്പി ഒന്നും ചെയ്യിച്ചില്ല. ഇവൻ ഞാൻ എന്തൊക്കെ എനിക്ക് അവിശ്വാസം ഉണ്ടായിരുന്നോ ആ പരിപൂർണ്ണ വിശ്വാസത്തിലോട്ട് വന്നത് എൻ്റെ കുഞ്ഞു സുഖമായി. ഇപ്പോൾ ഒരു മാസം ആയതേ ഉള്ളൂ എൻ്റെ വയ്യാണ്ടായ കുഞ്ഞാണ് ഈ നിൽക്കുന്നത്. അപ്പം ഞാൻ അന്ന് ശനിയാഴ്ച അഡ്മിറ്റ് ചെയ്തപ്പം ഞാൻ മാതാവിനോട് നേർന്നായിരുന്നു, ഞാനിവിടെ കൃപാസനത്തിൽ വന്ന് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു, എനിക്ക് ഇത്രയും വിശ്വാസം ഇല്ലായിരുന്നു എന്ന് പറഞ്ഞ് സാക്ഷ്യം പറഞ്ഞോളാം. ഞാനതെല്ലാം ആളുകളുടെ മുമ്പിൽ ഇവിടെ വന്ന് ഈ അൾത്താരയുടെ മുമ്പിൽ നിന്ന് പറഞ്ഞ് സാക്ഷ്യം പറഞ്ഞോളാമെന്ന് ഞാൻ മാതാവിനോട് നേർന്നായിരുന്നു. ആ ഒരു നേർച്ച മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം അപ്പം പിന്നീട് എല്ലാ ആളുകളും പറഞ്ഞു, ഇതെന്താണ് ഇങ്ങനെ ഒരു ഇൻഫ്ലമേഷൻ സെറിബ്രത്തിൽ വരാൻ കാരണം എന്താണെന്ന് ഇതുവരെ ആർക്കും കണ്ടുപിടിച്ചു അതിനൊരു പ്രോപ്പർ റീസൺ പറയുന്നില്ല.
അപ്പം ഞങ്ങളിങ്ങനെ സെക്കൻഡ് ഒപ്പീനിയനൊക്കെ എടുക്കാൻ വേണ്ടി തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു, എവിടെയും പോകണ്ട, അവൻ അത് വരാനുള്ള റീസൺ ഞാനാണ്, എന്നെ കൂടുതൽ വിശ്വാസത്തിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയായിരിക്കും അങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞു. ഞാൻ ഇന്നലെ ഇവിടെ വന്നു. കുഞ്ഞിനെ ഡോക്ടർ പറഞ്ഞായിരുന്നു കുഞ്ഞിനെ കൊണ്ട് ഒത്തിരി യാത്ര ചെയ്യേണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു. എങ്കിലും ഞങ്ങൾ ഇന്നലെ ഇവിടെ വന്നു. ഇന്നലെ ഞാൻ ഉടമ്പടി എടുത്തു. ഇന്ന് ഞങ്ങൾ തിരിച്ചു ബാംഗ്ലൂർക്ക് പോവാണ്. അപ്പം എൻ്റെ കുഞ്ഞിനെ പഴയ ആരോഗ്യത്തിലോട്ടാക്കി തന്ന മാതാവിന് ഞാൻ 1000 നന്ദി പറയുന്നു. 1000 നന്ദി ദൈവത്തിന് അർപ്പിക്കുന്നു. എൻ്റെ ദൂതൻ നിങ്ങളുടെ കൂടെയുണ്ട്, അവൻ നിങ്ങളുടെ ജീവൻ കാത്തു സൂക്ഷിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിലെ ബാറൂക്കിൻ്റെ പുസ്തകം 6-ാം അധ്യായം 7-ാം തിരുവചനമാണ്. തൻ്റെ മോനുണ്ടായ രോഗസൗഖ്യത്തെക്കുറിച്ചാണ് ശോഭ സൈമൺ എന്ന മകൾ തൻ്റെ അനുഭവ സാക്ഷ്യം പങ്കുവെച്ചത്. നാം എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ മകന് ബ്രെയിനിൽ ഒരു ഇൻഫ്ലമേഷൻ അതെങ്ങനെ ഉണ്ടായി എന്നൊന്നും ആർക്കും ഇതുവരെയും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ കാരണങ്ങളും അറിയില്ല. അങ്ങനെ കോമ സ്റ്റേജിലൊക്കെ ആയ മകനാണ് ഇപ്പോൾ ഇവിടെ പരിശുദ്ധ അമ്മയുടെ നടയിൽ ആ കുഞ്ഞിനെയും കൊണ്ടുവന്നാണ് സാക്ഷ്യം പറയുക. എങ്ങനെ പരിശുദ്ധ അമ്മ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന മക്കളുടെ, അതായത് അവരാര് തന്നെയായാലും അവരുടെ വിശ്വാസത്തെ ഒന്നുകൂടെ ബലപ്പെടുത്തുന്നതിന് അമ്മ എങ്ങനെ തിരുക്കുമാരൻ്റെ പക്കൽ മാധ്യസ്ഥം വഹിക്കുന്നു, എങ്ങനെയാണ് അവരുടെ ജീവൻ കാത്തു സൂക്ഷിക്കുന്നത്. എൻ്റെ ദൂതൻ നിങ്ങളുടെ കൂടെയുണ്ട്, അവൻ നിങ്ങളുടെ ജീവൻ കാത്തു സൂക്ഷിക്കുന്നു എന്ന് തിരുവചനം പറഞ്ഞതുപോലെ തൻ്റെ ദൂതനെ അയച്ച് തൻ്റെ മക്കളുടെ കാര്യത്തിൽ അവർക്ക് കരുതലും കാവലുമാകുന്ന നല്ല തമ്പുരാൻ്റെ ശക്തിയുള്ള കരങ്ങളെയാണ് നമുക്ക് കാണുവാൻ കഴിയുക. ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ എങ്ങനെ ഈ കുഞ്ഞ് 3 മാസം സ്റ്റീറോയിഡ് എടുക്കണമെന്ന് പറഞ്ഞ കുഞ്ഞാണ്, എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഈ മാസം തന്നെ അതൊക്കെ സ്റ്റോപ്പ് ചെയ്യാമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. 80% റിക്കവറി പറഞ്ഞിരുന്നത്. എന്നാൽ ഒരാഴ്ച കൊണ്ട് തന്നെ എങ്ങനെ ആ കുഞ്ഞ് സ്റ്റേബിളായി പിന്നീട് നടന്ന് ഹോസ്പിറ്റലിൽ പോയി, ഇതെല്ലാം നാം കേട്ടതാണ്. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം.